ശർക്കര, നെയ്യ്, ഈ ഇത്ര സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സംഭവങ്ങളാണ് അപ്പം വേണ്ടത്. ഗൈസ്, പപ്പായ മുറിച്ചിട്ട് ഇതിൻ്റെ തൊലി കളയണം കേട്ടോ. തൊലി കഴിഞ്ഞിട്ട് ഈ വെള്ള കളർ കണ്ടോ, ഇതും കളയണം. ഈ വെള്ള കളർ സംഭവങ്ങൾ. അപ്പം ഗൈസ്, നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഈ ഒരു പാല് ആക്കുന്ന ഇതിൽ വെക്കണം. ഇനി നമ്മൾ ശർക്കര ഇടണം. ശർക്കര ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഈ ശർക്കര നമ്മൾ കുറുക്കിയെടുക്കണം. ഗൈസ്, ഈ കോൺഫ്ലവർ നമ്മൾ കട്ട പിടിക്കാതെ പൊടിയൊന്നും കൂടാതെ നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എൻ്റെ അനിയൻ കുട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പാല് പോലെ ആക്കി എടുക്കണം കേട്ടോ. അതാ പൊൽപ്പള്ളി സ്കൂളിലാണ് കേട്ടോ. ഇപ്പൊ സ്കൂൾ വിട്ട് വന്നാണ്. മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്തിരി കുറഞ്ഞാണ്. നമ്മളുടെ ഈ പപ്പായ ഇല്ലേ, ഇത് നമുക്ക് ഒരു 3 വിസിലിന് ബോയിൽ ചെയ്യുക, അതായത് വേവിക്കാൻ വെക്കാം. ഗൈസ്, നമുക്ക് ഈ പപ്പായ കുക്കറിലേക്ക് ഇടാം. ഗൈസ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഗൈസ്, അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ തേങ്ങ എരിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, തേങ്ങാക്കൊത്ത് അങ്ങനെ വറുത്തിട്ടുണ്ട്. ഗൈസ്, ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് 1 ടീസ്പൂൺ ആക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, കുക്കറിൽ വന്നിട്ടുണ്ട്. ഗൈസ്, തേങ്ങ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഗൈസ്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പപ്പായ. ഗൈസ്, നമുക്ക് ഉണങ്ങാൻ വെക്കാം. സോറി ഗൈസ്, നമുക്ക് ഉണങ്ങാനല്ല, ആറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഗൈസ്, നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഗൈസ്, അരച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ നോൺ സ്റ്റിക്ക് ഈ പാത്രത്തിൽ തന്നെ ആക്കണം. വേറെ ഇതൊക്കെ എടുത്ത് വെച്ചാൽ അടി പിടിക്കും. ഇത് തന്നെ എടുക്കണം, അത് നിങ്ങൾ നോക്കണം. ഗൈസ്, നമുക്ക് നെയ്യ് ഒഴിക്കാം. ഗൈസ്, പപ്പായ അരച്ചു ഇടാം. ഗൈസ്, ഇതിലധികം വെള്ളം പാടില്ല. ഗൈസ്, നമ്മൾ നേരത്തെ ആക്കി വെച്ച വെള്ളപ്പാവ് നമുക്ക് അരിച്ചിട്ട് ഒഴിക്കാം. പിന്നെ ഗൈസ്, ഇതിലധികം വെള്ളവും പാടില്ല. ഗൈസ്, നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് കോൺഫ്ലവറും വെള്ളവും കൂടി ആക്കി വെച്ച അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഗൈസ്, പഞ്ചസാര അപ്പോഴേ ഇതൊക്കെ പൊടിച്ചു വെച്ചത്, ഏലക്കായും കൂടി പൊടിച്ചു വെച്ചത് നമുക്കിടാം.
ഗൈസ് നമ്മൾ ഇതിൽ എണ്ണയും നല്ല പരട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇത്തിരി അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് ഒഴിക്കാം. നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒന്നും കൂടി ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഗൈസ് ഇത് നമുക്ക് ആറാൻ വെക്കാം. ഗൈസ് ഇത് 4 മണിക്കൂർ തണുക്കാൻ വെക്കാട്ടോ. പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് മറിച്ചിട്ടാ മതി. ഗൈസ് നമ്മൾ നേരത്തെ ആക്കി വെച്ചത് വലുതിലാണ്, ഇപ്പൊ ചെറുതിലും ആക്കിയിട്ടുണ്ട് ഒന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ മുറിക്കാൻ പോവാണ്. ഗൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഋഷിക്കുട്ടിക്ക് കൊടുക്കാം. നമ്മൾ കഴിക്കാം. വലുത് അടിപൊളി ഗൈസ്. സ്മൂത്ത് ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ജെല്ലി ടൈപ്പാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട് വെച്ച എല്ലാതും ഉണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. നമുക്ക് ഇപ്പം ഇനിങ്ങോട്ട് അങ്ങനെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.